വേഗം വന്നവനായ നാസ്തികനായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയൊരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ആഫ്രിക്കൻ പാസ്റ്റർമാരുടെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. കേരളത്തിൽ നടക്കുന്ന പുറത്തുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളല്ല, അവിടെ വലിയ രീതിയിലുള്ള കൂട്ടായ്മകളാണ് നടക്കുന്നത്. മനുഷ്യന് അസൂയ പാടില്ല. ആ കൂട്ടായ്മകൾ കണ്ടാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് തരിച്ച് പുറത്തു വന്ന് തുള്ളിച്ചാടി ഓടിക്കളിച്ച് പുറത്തോട്ട് പോകും. അമ്മാതിരി പവറാണ്. ഇങ്ങനെ വീശിയാണ് അവർക്കൊക്കെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൈയടിച്ചുകൊണ്ട് ആത്മാവില സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അമർത്തിയാട്ടെ. എന്തോ പാറ നല്ല ശബ്ദം. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വീണ്ടും കുരിശേക്കോ ഈ കോക്ക് പോയി കഴിഞ്ഞ കാവ ഗീറും. ചേടാ, ഇത് മറ്റേ ചാടി കളിക്കുന്ന കുഞ്ഞിപ്പെടുവാണോ? പവർ വാഴ വെട്ടിയിടുന്ന പോലല്ലേ. അതെങ്ങനെ ഈ കേരളത്തിലെ പാസ്റ്റർമാരൊക്കെ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചുമ്മാ എന്താ പവർ കണ്ടുപടി. ഇതിങ്ങനെ വലിയ സോദരന്മാർക്ക് കൈയും പൊക്കി പിടിച്ച് ആത്മാവില്ല ഇങ്ങ ആരാധിക്കുമ്പോ അവിടുത്തെ അവരെ കണ്ടില്ലേ, ആഫ്രിക്കക്കാരെ കണ്ടില്ലേ? എങ്ങനെ മനസ്സിലായില്ല? ഇങ്ങനെയാണ് അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ആൾക്കാരൊക്കെ നിങ്ങളെ പറക്കല്ലേ, അവൻ കോട്ടിങ്കാട്ട വായിക്കാത്തൊന്ന് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ അത് പോട്ടടാ ലാബു. അല്ല പിന്നെ കണ്ടോ, സന്തോഷം കണ്ടോ? ആയതിനാൽ ഇങ്ങോട്ട് നോക്കി ആയതിനാൽ അതെന്ത് നിലത്ത് കിടക്കുന്നത്? മറ്റേ ഈ ഹാർപ്പിക്കിനകത്ത് പരസ്യത്തിനകത്ത് 99.9% വെറുതെ അവസാനം വന്നു ഒന്നാണ് ആ നിലത്ത്. ആ കൃമിയാണ് നൈജീരിയയിലെ പട്ടാളക്കാരട്ടോ. അവനെന്താ പൊടിക്കാൻ പോവാണോ? ഓയ്യോ, രണ്ടുപടി കേരളത്തിലെ പാസ്റ്റർമാരെ, നിങ്ങളിങ്ങനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പതാകയിലെ വെള്ള അത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി എത്ര നാള് നടക്കും? കണ്ടോ കൊച്ചു പയ്യന്മാരുടെയൊക്കെ അത്ഭുതത്തിന്റെ പവര കണ്ടോ? ഇങ്ങനെ കാലവെച്ച് പോകുമ്പോ തന്നെ അത്ഭുതമല്ലേ? അതെന്താ കൃപ! പട്ടാളക്കാരൊക്കെയാണ് തീർച്ചയായിട്ടും. അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെയ്യിപ്പിക്കോ. വാഴ വെട്ടിയിടും ആൾക്കാര് വീഴുന്നത്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ അവസാനം വീണ ചേച്ചി കൊടുത്ത പൈസക്ക് വന്ന എല്ലാവരെയും എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. അഥവാ വീണില്ലെങ്കിൽ പൈസ തന്നില്ലെങ്കിൽ ഓർത്തിട്ടാണ് അവസാനത്തെ ചേച്ചി 2 കിലോ ചെയ്തത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ?
എന്താ പവർ കണ്ടുപടി വാസ്തവമാണല്ലേ. ഇങ്ങനെ നടന്ന ഞാൻ പിന്നെയും പറയാ, കണ്ടുപടിച്ചത് പഴയ കൈവക്കി പ്രാർത്ഥനയും പരിപാടിയൊക്കെ നിന്ന് ഇനി നിന്ന് താഴേക്ക് വാട്ടാ നനയ്ക്കാൻ വച്ചിട്ടുണ്ട്. ഓ അവനകത്ത് പട്ടി കയറി കേട്ടോ, പട്ടിയുടെ പ്രേതം കയറിക്കണ, പട്ടിയുടെ പിശാച്. ഇത് നൈജീരിയയിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാസ്റ്ററാണ് പ്രോഫറ്റ് ജെറമിയ ഒമോട്ടോ. നീ സംഗതി എന്താണ് പറയണ ജോണിക്കുട്ടി? അവിടെ കുറയ്ക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഓ എന്താ VFX ഒക്കെ ഉണ്ടല്ലേ. പണ്ട് കത്തനാർ സീരിയലിനകത്ത് മാത്രമേ ഞാനിങ്ങനത്തെ പവർ VFX ഒക്കെ ഉണ്ടിട്ടുള്ളൂ. അവന്റെ ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടതേ. അങ്ങനെ അവന്റെ ദേഹത്തുനിന്ന് ആ പട്ടിയുടെ പിശാച് ആ ആത്മാവ് വിട്ടുപോയിരിക്കാൻ ഗൈസ്. ഇനി അവന്റെ ഒരു പുതിയ ജീവിതമാണ്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ എന്തൊക്കെയാ പവറല്ലേ. ഞാനിത് ഓർത്തിട്ട് ചർച്ച ഭയങ്കര വിചാരിക്കും. എന്തൊരു പ്രാക്കാണ്. പ്രാക്കല്ല, രണ്ടുകൊണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. അവൻ എന്താ കൊടുത്തേക്കണത്? ഈ പാൻറ് ഷർട്ട് വിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഹാഫ് ആയിരിക്കും. അവന്റെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടല്ലേ, ആ സ്ലോ മോഷനിൽ കിട്ടേക്ക അമ്മ. ഏതായി ചപ്രത്തലേ? എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. വിജയുടെ പടത്തിലും തെലുങ്ക് പടത്തിലും എത്തൊക്കെ ഞാൻ എത്രയും പവർ കണ്ടുള്ളൂ. ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ജില്ല 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 അല്ല കേട്ടോ. പവർ ആവുക
സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. ഇതെന്താ സംഭവം പറയാം. വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി പാസ്റ്റർ ഒരു കുറേ വിശുദ്ധമായിട്ടുള്ള പാനീയങ്ങൾ നിരത്തി വെച്ചിട്ട് അപ്പൊ അതിനെയൊക്കെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഈ പുതിയ വണ്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഈ ബെഞ്ചിരിക്കത്തില്ലേ, അതൊരു കുപ്പിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ കടന്ന് എല്ലാ കുപ്പിയിലോട്ടും കൃപയും പവറൊക്കെ അങ്ങോട്ട് വ്യാപിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ കുപ്പി വെഞ്ചരിച്ചിട്ട് $100 വിൽക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഡാൻസ് കളിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല. അതൊക്കെ തടിയില്ലേ? അങ്ങ് ആഫ്രിക്കയില് മാത്രമല്ല കർത്താവിന് പവർ, ഇന്ത്യയിലുമുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ എന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പവർ കണ്ടുനോക്ക. അതിനെല്ലാം കഴിവുള്ള ഇവിടെയുണ്ട്. കേരളത്തിലുള്ള പാസ്റ്റർമാർ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. യുവർ ഔട്ട്ഡേറ്റഡ്. നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു, നിങ്ങൾ അപ്ഡേറ്റ് ആവേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടാണ്. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. വേണ്ട ചുറ്റിക്കൊന്നും വേണ്ട. ഇന്ന് സംബന്ധം അറിയോ, ആ വട്ടത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മൊത്തം അയാളുടെ അനുഗ്രഹം നല്ലോണം വെച്ചതാണ്. ഇത് പട്ടികളെ ഇങ്ങനെ കറിയാറ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആഫ്രിക്കക്കാരുടെ വീഡിയോ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടാലും കോമഡി ആയിട്ട് തോന്നുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഇവിടുത്തെ തന്നെയൊക്കെ വലിയ ഹോളി സ്പിരിറ്റ് ആയിട്ട് കാണുന്ന പോലെ തന്നെ അവിടുത്തെ ആളുകൾ അതിന് വലിയ ഹോളി സ്പിരിറ്റ് ഒക്കെ ആയിട്ട് കാണുന്നത്. ഇങ്ങനെ തൂവാലിട്ട് കഴിഞ്ഞാൽ അവർക്ക് പവർ ഉള്ളതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. വെറുതെ നിങ്ങൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതൊന്നും ഇവിടെ ശീലമില്ലാത്ത കാര്യമാണ്. ഈ വീഡിയോസ് എല്ലാം കണ്ട എല്ലാ ക്രിസ്ത്യാനികളും എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഭൂതമോ പ്രേതമോ സൗഖ്യമോ ഒന്നുമല്ല. രോഗങ്ങൾ ഒരിക്കലും സൗഖ്യമാക്കാൻ പറ്റത്തില്ല, അതിനെ ഭേദമാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതും പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് കഴിച്ചുകൊണ്ട് മാത്രം. പിന്നെ ഭൂതം പ്രേതം തുടങ്ങിയിട്ടുള്ള ഒരു രീതിയിലുള്ള ബാധകളും മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതിന് ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവുകളുമില്ല. അതിന്റെ പേരിൽ ഫാസ്റ്റേഴ്സ് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാണ്. അത് ശരിക്കും മാനസികമായിട്ടുണ്ടാകുന്ന വിഭ്രാന്തികൾ മാത്രമാണ്. അത് സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ശരിയായിട്ടുള്ള ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു ശമനവും ഉണ്ടാവില്ല. ദോസ് പീപ്പിൾ ആർ ഫേക്ക്. മനസ്സിലായവർക്കായി കർത്താവിന്റെ മഹത്വം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കുള്ള അനുഗ്രഹം ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കും. ഞാൻ പോകുന്നു. ബൈ.